നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ചില അനുഭവങ്ങൾ കേട്ടാൽ അത്ഭുതം തന്നെയാണ് നമുക്ക് തോന്നുക. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അങ്ങനെയാണല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ നമ്മുടെ സഹായത്തിന് ഒരാളെ അയച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരിക മങ്ങാട്ടച്ഛനെ തന്നെയാണ്. പൂന്താനത്തിന് വേണ്ടി ഏറ്റവും വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഭഗവാൻ തന്നെ മങ്ങാട്ടച്ഛൻ്റെ വേഷം കെട്ടി വന്നു എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ. അങ്ങനെ ഒരു അനുഭവം ഒരു സഹോദരിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ കുട്ടിയുടെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. എല്ലാവരും കേൾക്കണം, നിർബന്ധമാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാർ ശ്രീ അനന്ത പത്മനാഭസ്വാമിയുടെ നാട്ടിൽ നിന്നുള്ള ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് 3 പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചിരുന്നു. അത് സാറ് വായിക്കുകയും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ ഭക്തരോടും പറയുകയും ചെയ്തിരുന്നു. വളരെ വളരെ നന്ദിയുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് പത്മനാഭസ്വാമി എനിക്ക് നൽകിയ ഒരു വലിയ കാരുണ്യത്തിൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വിവാഹശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായിലായിരുന്നു. അവിടെ വെച്ച് പ്രഗ്നൻ്റായി. പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. വല്ലാത്ത ഛർദിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 മാസം കഴിഞ്ഞ് യാത്ര ചെയ്യാൻ ഓക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തു തന്നു. ജോലി റിസൈൻ ചെയ്ത് വരുന്നത് കൊണ്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാനായിട്ട് വന്നു. രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. ആദ്യം അവർ ക്യാബിൻ ബാഗും ലഗേജിൽ ഇടാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചെക്ക് ഇൻ ചെയ്യാൻ സമയത്ത് ക്യാബിൻ ബാഗ് കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും സമ്മതിച്ചില്ല. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സമയമായിരുന്നു അത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു നാട്ടിലേക്ക് വന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും തന്നെ വെയിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി. കുഞ്ഞിൻ്റെ അവസ്ഥയും അത്ര നല്ലതല്ലായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ഹസ്ബൻഡിന് തിരിച്ചുപോയി ബാഗ് കൊടുക്കാനും പറ്റാത്ത അവസ്ഥ. എനിക്ക് സിവിയറായിട്ട് ഛർദിലുണ്ടായിരുന്നു. വളരെ ടയേർഡായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ക്യാബിൻ ബാഗ് എടുത്തുകൊണ്ട് ഫ്ലൈറ്റ് കയറാനായിട്ട് നടന്നു. ഇടയ്ക്ക് വെച്ച് എക്സ്കലേറ്റർ കയറി കയ്യിൽ നിന്നും ബാഗ് താഴെ വീണു. അങ്ങനെ അവസാനം ഫ്ലൈറ്റ് കയറി. ഞാനങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് പത്മനാഭസ്വാമിയോടും ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഛർദ്ദിക്കാനും വരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെപ്പാടെ വല്ലാത്ത തളർന്നു പോയൊരവസ്ഥ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരാൾ വന്നിരുന്നു. നീണ്ട ചന്ദനക്കുറിയൊക്കെ ഇട്ട് വളരെ ഐശ്വര്യമുള്ള ഒരു മുഖമുള്ള ഒരാൾ. അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന്. വളരെ സ്നേഹത്തോടെ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് പറഞ്ഞു തിരുവനന്തപുരം പൂജപ്പുരയിലാണ് താമസമെന്നും. എന്നിട്ട് അദ്ദേഹം പേര് പറഞ്ഞു, അനന്തപത്മനാഭൻ. കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് മക്കളില്ല. ദുബായിലും കേരളത്തിലൊക്കെ പല ബിസിനസ്സുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ്. പത്മനാഭസ്വാമിയുടെ ഭക്തനാണെന്നും സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അവിടുന്ന് അങ്ങോട്ട് പത്മനാഭസ്വാമി എന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു. എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് എയർ ഹോസ്റ്റസുമാരോട് കൃത്യമായിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം യാത്രയിലുടനീളം ചെയ്തു തന്നു. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ക്യൂവിലൊന്നും നിൽക്കാതെ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനും പിന്നെ എൻ്റെ ലഗേജ് ഫുൾ എടുക്കുകയും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അവസാനം എൻ്റെ ലഗേജ് എല്ലാം അച്ഛനെയും എൻ്റെ സഹോദരനെയും ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഒരു വലിയ കാരുണ്യമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും അറിയേണ്ടി വന്നില്ല. ഭഗവാന്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു എനിക്ക് ലഭിച്ചത്. സാർ ദിവസവും ഭഗവാന്റെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കുറുമ്പിൻ്റെയും ഒക്കെ കഥകൾ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഗുരുവായൂരപ്പൻ്റെയും പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും സദാ ഉണ്ടായിരിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണം. ഗുരുവായൂരപ്പ ശരണം. ഞാൻ ആ നിമിഷം ഉണ്ടല്ലോ, ഏത് നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞപ്പോൾ ശ്രീ അനന്ത പത്മനാഭൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കുളിരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സഹോദരിയെ സഹായിക്കാൻ വന്നത് ഒന്നും പറയാനില്ല. ഭയങ്കര ഇമോഷണലായി എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യായിരുന്നു. അങ്ങനെ ഒരാൾ ഇത്തരം വളരെ സന്നിഗ്ധമായ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അതിൽ കവിഞ്ഞൊരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ വളരെ വിഷമിക്കുന്ന തകർന്നു പോയ അവസരങ്ങൾ, മുങ്ങിത്താഴാൻ പോകുന്ന അവസരങ്ങളിൽ കിട്ടുന്ന സഹായങ്ങൾ. ഇപ്പം ഞാൻ വീണ്ടും പറയട്ടെ, എനിക്ക് ആ പേര് കേട്ടപ്പോണ്ടല്ലോ, അനന്തപത്മനാഭൻ എന്ന് കേട്ടപ്പോൾ എന്തൊരു ഐശ്വര്യമാണല്ലോ, എന്തൊരു എടുപ്പാണ് ആ പേരിനും. അപ്പം അങ്ങനെ തന്നെയുള്ള സ്വഭാവമുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനായിട്ട് പറഞ്ഞു തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടും മതിയാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കൂടുതൽ പറയുന്നില്ല. എല്ലാവരും കേട്ട് സന്തോഷമായിട്ടുണ്ടാവും. എല്ലാവരിലേക്ക് എത്തിക്കും കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ വരേണ്ട ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മൾ കുറേ സമ്മാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കൊടുത്തിരുന്നു. കുറേ വിശേഷങ്ങൾക്ക് സ്പോൺസർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഗ്രൂപ്പിലുള്ളത്. വേറെ എന്താ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.